പറഞ്ഞ കുടിയന്മാർക്കെല്ലാം എന്നെ വിറ്റ് നീ പണം ഉണ്ടാക്കിയല്ലേ നിൻ്റെ മാപ്പിളയും നീയും കൂടെ പണക്കാരനായിട്ട് ജീവിക്കണേന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇച്ചിപ്പോൾ ഒരു മണ്ണെണ്ണ ഇരുന്ന് അതിനടുത്ത് തലയിൽ കൂടെ വീഴ്ത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. പൊള്ളലാണ് കയ്യിലും മുഖത്തുമൊക്കെ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മൊഴിയെടുക്കാനായിട്ട് ആരനാട് സ്റ്റേഷനിൽ നിന്ന് വന്ന് മജിസ്ട്രേറ്റും വന്നു. ഒരു മജിസ്ട്രേറ്റ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു തെറ്റില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ആംബുലൻസൊക്കെ വന്നതിന് ശേഷമാണ് ചേട്ടൻ വരുന്നത്. അപ്പോഴേ എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു തെറ്റില്ല. അവർ അമ്മാവിയും ഞാനായിട്ട് വഴക്കിട്ടത് ശരി തന്നെയാണ്, എനിക്ക് അവരോട് ഒരു പരാതിയില്ല എന്നിങ്ങനെ എഴുതി കൊടുത്തു വിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ഞാനും വരുമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ കൊണ്ടുപോകാൻ വയ്യ, കുഞ്ഞുങ്ങളെ മാത്രം കൊണ്ടുവന്നു. എന്നിട്ട് മൂത്ത കൊച്ചിനെ ബൈക്കിലെടുത്തിരുത്തി കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ വന്നു, എൻ്റെ അച്ഛൻ വന്നപ്പോഴും പറഞ്ഞു കുഞ്ഞുങ്ങളെ മാത്രം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകണമെങ്കിൽ ദീപയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഓരോന്നോരോന്നായി പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങും. നിന്നെ ആർക്ക് വേണം, നീ ഇറങ്ങിപ്പോ, നിനക്ക് എയ്ഡ്സ് രോഗമാണ്, പാണ്ട് രോഗമാണ്, ഇങ്ങനെയൊക്കെ പറയാൻ ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബന്ധം തീർത്ത് എനിക്ക് തന്നതല്ല ഇഞ്ഞത്താ, ഞാൻ പിള്ളേരെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. ദീപയ്ക്ക് കാഴ്ചയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ചേട്ടൻ പറയുമായിരുന്നു എന്നെ പറ്റിച്ചാണ് കെട്ടിച്ചത് എന്നൊക്കെ. ഇങ്ങനെ ഈ കാഴ്ചയുടെ കാര്യം ഇങ്ങനെ വെച്ച് പറയുമായിരുന്നു ചേട്ടൻ. ദീപ പഠിക്കുമ്പോഴൊന്നും ഈ കാഴ്ച ഒരു പ്രശ്നമായിട്ടില്ല അല്ലേ? ഈ മാഡം ഇത് ചെറുതിൽ എനിക്ക് അറിഞ്ഞൂടാ, പ്രസവിച്ച് എത്രയും മാസം എന്തെന്ന് കഴിഞ്ഞപ്പോഴും ജന്നി വന്ന് അങ്ങനെ കണ്ണിൻ്റെ എന്തോന്നാ അങ്ങനെ പോയതാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ എന്തോന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ അറിയുന്നത്. അപ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചികിത്സയെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ണട ഉപയോഗിക്കുമായിരുന്നു. കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പട്ട സെൻറ്റ് മേരീസിലാണ് TTCക്കൊക്കെ പഠിക്കാൻ പോയതും. TTC എല്ലാം കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഈ കല്യാണമൊക്കെ വന്നത്. അങ്ങനെ പോവാനായിട്ടും പിന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ദീപയ്ക്ക് ഇപ്പോഴാ മാഡം? ഇപ്പൊ ഈ ഇതൊക്കെ ഈ തീയാവിയൊക്കെ അടിച്ചപ്പോഴ് വെയിലൊക്കെ ഒരുപാട് വന്ന് അടിക്കുമ്പോഴ് പറ്റൂല, ചെറിയ മങ്ങലുണ്ട്. കണ്ണാടി ഉപയോഗിച്ചാൽ ശരിയാവും. ഈ ചേട്ടൻ കെട്ടിക്കൊണ്ട് പോയി ഈ 5 വർഷത്തിനിടയിൽ ഒരു ചികിത്സ എനിക്ക് തന്നിട്ടില്ല. അല്ല, അപ്പൊ തുറന്നു പറയാതെ എങ്ങനെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും? നിങ്ങളുടെ വീട്ടുകാര്? ഇല്ല മാഡം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് 6 മാസം കൂടുമ്പോഴേ ചെക്കപ്പ് നടത്തും. 6 മാസം കൂടുമ്പോൾ. അപ്പൊ ഈ ഡേറ്റ് ആകുമ്പോഴേ ഞാൻ ഒരുപാട് തവണ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പിന് പോകാൻ സമയം. എന്ന് വെച്ചാൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇത് അവരുടെ ആൾക്കാരെല്ലാം വന്നപ്പോഴേ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഹാജരാക്കിയതിന് ശേഷം മാത്രമാണ് എല്ലാം ഉറപ്പിച്ചത്. അവർക്കെല്ലാം അറിയായിരുന്നു, കാഴ്ചയുടെ പ്രശ്നം എല്ലാം അറിയായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ്റെ അച്ഛൻ തന്നെ ചോദിച്ചു നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കൊച്ചിനെ കെട്ടമ്മ, ആ കൊച്ചിൻ്റെ ഭാവി തൊലയ്ക്കരുത് എന്നെല്ലാം ഈ ചേട്ടൻ്റെ അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞ് ചേട്ടൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് കിട്ടിയത്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്തി ചികിത്സ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവും മാഡം. ഒരുപാട് എന്ന് വെച്ചാൽ ആദ്യമേ നല്ല കാഴ്ച കുറഞ്ഞിരുന്നു, പിന്നെ ഈ ചെക്കപ്പൊക്കെ നടത്തി കണ്ണടയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോ നല്ല ഇതായിരുന്നു. സ്കൂളിലൊക്കെ സാറന്മാരൊക്കെ ഒത്തിരി കെയർ ചെയ്യുമായിരുന്നു, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാഡം. അങ്ങനെ TTC വരെ പഠിച്ചിരിക്കുന്നല്ലോ. TTC കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ഫൈനൽ ഇയർ ആയിരുന്നപ്പോഴാണ് ലാസ്റ്റ് ഇയറിലെ പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റില്ല, പ്രഗ്നന്റ് ഒക്കെ ആയിരുന്ന സമയം, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ദീപ എന്താ ഇപ്പം എന്താണ് ദീപയുടെ ആവശ്യം? എന്താണ് ഞങ്ങൾ വഴി പരിഹരിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യം എന്താണ്? അത് തന്നെ മാഡം. എന്നിട്ട് ഞാനാണെങ്കിൽ ഈ ചേട്ടൻ എന്നെ ഞാൻ ഈ രണ്ടാമത് ഈ ആക്സിഡന്റ് ഒക്കെ ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ ചേട്ടൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ചേട്ടൻ മദ്യപിച്ചുകൊണ്ട് വന്ന് എന്നെ ഉപദ്രവിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മൂത്ത കുഞ്ഞിനെ തന്നില്ല എനിക്ക്. അപ്പോൾ ഇളയ കുഞ്ഞിനെ എൻ്റെ സാധനമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ടും 2 ആഴ്ചയിലൊരിക്കൽ ഞാൻ മൂത്ത മോനെ കാണാനായിട്ട് പോകുമായിരുന്നു. അവിടെ ചെന്ന് മോനെ കണ്ട് ഇത് കുറച്ച് സാധനമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇനി പോരുമായിരുന്നു. 1 മണിക്കൂറൊക്കെ കണ്ടിട്ട് ഇനി പോരുമായിരുന്നു. അപ്പോഴും ഈ കഴിഞ്ഞ റംസാന് 2-3 ദിവസം സ്കൂൾ അവധി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴും ചേട്ടൻ അവിടെ ഇല്ല, വണ്ടി ഓടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പേരൂർക്കട എവിടെ ഒരു ഡോക്ടറിൻ്റെ കൂടെയാണ് വണ്ടി ഓടാനായിട്ട് പോകുന്നത്. അപ്പോഴും അടുത്ത് ഈ ചേട്ടൻ്റെ വലിയമ്മയുടെ മക്കളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് വിനോദ് വരുമ്പോൾ 7:30-8 മണിയാകും, നീ അതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു, കൊച്ചിനെ കൊണ്ടുപോട്ടാന്ന്. അപ്പോഴും ഞാനും വിചാരിച്ച് ചേട്ടൻ എന്തായിരുന്നാലും വന്ന് കണ്ട്, അല്ലാതെ അവിടെ നിൽക്കുന്ന കൊച്ചിനെ കൊണ്ടുപോകണം ശരിയല്ലല്ലോ.
അതുകൊണ്ട് കണ്ട് ചോദിച്ചിട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഈ ചേട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നപ്പം മൂത്ത മോനാണെങ്കിൽ എൻ്റെ കൂടെ വരാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മോൻ ചെന്ന് ചോദിക്കുന്ന അമ്മയുടെ കൂടെ ഞാൻ പോയിട്ടാണ്. ആദ്യമൊക്കെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു. പിന്നീടായപ്പോഴും അമ്മയോട് ഈ ചേട്ടൻ്റെ അമ്മയോട് ചോദിക്കുന്നു, 2 ദിവസം ഇനി പോകണ്ടല്ല, കൊച്ചിനെ വിട്ടിട്ട് അവൾ ഞായറാഴ്ച കൊണ്ടാക്കട്ടെന്ന്. അപ്പോഴും അമ്മയും വിടാൻ പറഞ്ഞു. കാരണം അവർക്ക് തൊഴിലുറപ്പിനൊക്കെ അവരാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന ശരിയാകത്തില്ല എന്നും പറഞ്ഞ് ഈ അമ്മയും കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു. അതിനെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ അവിടെ നിന്നൊരു ഓട്ടോ പറഞ്ഞു വിട്, അപ്പം കൊച്ചിനെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അച്ഛൻ ഓട്ടോ പറഞ്ഞു വിട്ടപ്പോൾ ആരനാട് ജംഗ്ഷനിൽ എന്തോന്നാ വന്നപ്പോഴും അവിടെ വണ്ടി ബ്ലോക്കായി വരാനായിട്ട് ഇത്തിരി താമസിച്ച്. അപ്പം അവിടെ ഓട്ടോ വന്നപ്പോൾ 9 മണി എന്തോന്നായി. അങ്ങനെ ഓട്ടോ വന്നപ്പോഴും ഞാൻ ചെന്ന് കൊച്ചിനെ വിളിച്ചപ്പോഴും കൊച്ചിനെ തരൂല്ല, എനിക്ക് മൂത്ത മോനെ കൊണ്ടുപോകാനായിട്ട് തരൂല്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കൊച്ചിനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരനാട് ഉണ്ടെന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ തന്നില്ല, നീ എന്നാൽ കേസ് കൊടുത്ത് വാങ്ങിച്ചോന്നും പറഞ്ഞു കൊച്ചിനെ അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ആരനാട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തപ്പോൾ അവിടെ നിന്ന് പോലീസിനെ എൻക്വയറിക്കായിട്ട് അവിടെ വിട്ടിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചു. ദീപയോട് വളരെ സ്നേഹത്തോടും ദീപയുടെ ഓരോ പ്രശ്നങ്ങളിലും ഭർത്താവ് ഇടപെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാനസികമായിട്ട് നല്ല ചികിത്സ, നല്ല ട്രീറ്റ്മെന്റ്, പരസ്പരം നല്ല സ്നേഹിച്ചും ഒക്കെ. ഇതിനകത്തൊരു പ്രധാന ഒരു വലിയ കഥാപാത്രമായിട്ട് നിൽക്കുന്ന അയാളുടെ അമ്മയുള്ളൂ. അതേ ഉള്ളൂ. ഇവർ തമ്മിൽ മാനസികമായിട്ട് വിയോജിപ്പൊന്നുമില്ല. ഇപ്പോഴും അവർ ഇപ്പോഴും ഭർത്താവിനോടുള്ള ആ സ്നേഹം അവരുടെ സംസാരത്തിലുണ്ട്. അദ്ദേഹത്തിനും സ്നേഹമുണ്ട്. കാരണം ഇവരോട് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞത് അയാളെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ദിവസം ഹോസ്പിറ്റലിൽ ഒരു സാധാരണ ഡ്രൈവറാണ്, ഒരുപാട് കാശ് അതിനു വേണ്ടി മുടക്കിയെങ്കിലും നല്ല ആശുപത്രി കൊണ്ടുപോയി തന്നെ ചികിത്സിപ്പിച്ചെല്ലാം ചെയ്തിരിക്കുന്നു. അല്ല, തിരിച്ചങ്ങോട്ടും കാരണം സഹിക്കവയ്യാതെ അങ്ങനെ ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ഭർത്താവിന്റെ പേരോ അമ്മയുടെ പേരോ ദീപ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മറ്റവരുടെ ജീവിതം ദുഷ്കരമായി പോകാൻ എവിടെയും അത് ആനുപാതികമായിട്ട് എവിടെയും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഒന്നിച്ച് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹം? എനിക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം മാഡം. ഇടയ്ക്ക് വെച്ച് മധ്യസ്ഥതയ്ക്കായിട്ട് അവിടെ നിന്ന് ആൾക്കാരെ വിടുകയും ചെയ്തു, എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, എന്നെ ഇനി ദേഹോദ്രവം ചെയ്യില്ല എന്നും എനിക്കൊരു രേഖ വേണം, എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇത്രയും മാത്രമേ ഞാൻ അവരോടും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ദീപ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് വൈകാരികമായിട്ടുള്ള ഒരു എടുത്തുചാട്ടത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഈ അടിയും പിടിയൊക്കെ. മദ്യപിക്കുന്നു എന്ന് പറയുന്നതും മദ്യപിച്ചതുകൊണ്ട് മാത്രം തല്ലിയ കാര്യങ്ങളല്ല. അതിനകത്ത് ഈ കാഴ്ചയുടെ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ദീപയും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പല വഴക്കിലും ഇതൊരു കാരണമായിട്ടുണ്ട്. അതൊരു മനുഷ്യത്വം ഇല്ലാതെ പറയുന്നല്ലോ എന്നുള്ള വേദനയാണ് ദീപയും പ്രകടിപ്പിച്ചിരിക്കുന്നത്. അയാൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും അയാൾ നിർബന്ധം പിടിച്ച് 2 കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാരണം പറഞ്ഞ് എന്നെ കൊണ്ടുവരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കണ്ണിന് കാഴ്ച ശരിയല്ലാത്തൊരു സ്ത്രീയാണ്, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കും, ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഭയങ്കര സംഗതികളാണെന്ന് പറയാനും മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. കുറേ വിഷമവും വേദനയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. മദ്യപാനം എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ ഘടകമാണ്. ഈ കൂട്ടുകാരുമായിട്ട് വീട്ടിൽ വന്നിരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഗതി തന്നെയാണ്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. എനിക്ക് തോന്നുന്നത് ഒരു നല്ല രീതിയിൽ ഒരുമിച്ച് പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ദീപ, എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം, അത് തന്നെയാണ് എനിക്ക് ആഗ്രഹം മാഡം. ദീപ ജോലിക്ക് എന്തെങ്കിലും ശ്രമിച്ചായിരുന്നു? ഇല്ല, ഞാൻ ഇപ്പൊ ഒന്നും ശ്രമിച്ചിട്ടില്ല. എനിക്കിങ്ങനെ കണ്ണിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക്. കണ്ണിന്റെ പ്രോബ്ലം ഒരു പ്രശ്നമല്ല. അല്ല, എന്തെങ്കിലും ചികിത്സ വല്ലതും തേടിയതിന് ശേഷം കണ്ണട എല്ലാം ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ പോകണമെന്നുണ്ട്. അല്ലാതെ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞായിരുന്നു ജോലിക്കൊക്കെ. അപ്പോഴും ചേട്ടൻ പറയണത് ഞാൻ സമ്പാദിച്ചു കൊണ്ടുവന്ന് നീ തിന്നാൽ മതി, ഞാൻ വേല ചെയ്ത് ചേട്ടന് കൊണ്ട് കൊടുക്കണ്ട എന്നാണ് പറയണത്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു താലൂക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. സർട്ടിഫിക്കറ്റ് എത്ര % ഉണ്ട്? അതിൽ 70% ആണ് വെച്ചേക്കുന്നത്. 70%, 40% മതി മിനിമം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ ഉണ്ട്, ജോലിയിൽ സംവരണമുണ്ട്. ക്ലാർക്കിൻ്റെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ TTC പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ TTC ഒരു ടീച്ചറായിട്ട് UP-യിലോ LP-യിലോ ഒക്കെ വാങ്ങിക്കാം. അതിന് 3% റിസർവേഷൻ ഉള്ളതാണ്. ആ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടാനായിട്ട് ശ്രമിക്കണം. ഇദ്ദേഹത്തിന് കൂടുതൽ ഒരു കെയർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും പോകണ്ട, വല്ല അപകടമോ കാര്യങ്ങളോ സംഭവിക്കുമോ എന്നുള്ള ഭർത്താവിൻ്റെ ഒരു സ്നേഹം കൂടുതലാണ് ഇവരെ വിടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പോയി അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റണ്ടെന്നുള്ളതാണ്. ഇപ്പം ദീപ ഒരുപക്ഷെ ഒരുമിച്ച് താമസിക്കാം എന്നുള്ളൊരു സ്ഥിതി വരികയാണെങ്കിൽ എന്താണ് ദീപയുടെ കണ്ടീഷൻസ്? മാഡം, ഞാൻ പോവാം,
പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു വാടക വീടെടുത്ത് അവിടെ എന്നുവെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂട്ടുകൂടി മദ്യപാനമാണ്. അപ്പോഴേ എങ്ങോട്ടെങ്കിലും എൻ്റെ വീട്ടിലും വേണ്ട ചേട്ടൻ്റെ വീട് ആ വീട് പരിസരത്ത് മാറി എവിടെയെങ്കിലും ഒരു ചെറിയ വാടക വീടെടുത്ത് എങ്കിൽ അങ്ങനെ മാറുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇല്ല, ഇപ്പം മാഡം പറഞ്ഞോളൂ. എന്താ അറിയാവോ, നമുക്ക് ഒരു ചെറിയ കുറവുണ്ട്, നമ്മുടെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അമ്മ എന്ന് പറയുന്നതിന് ഈ പ്രായത്തിന് ശേഷം ഇനി അവരെ നേരെയാക്കി എടുത്ത് എന്തോ ചെയ്യാൻ പോകുന്നു? കെട്ടിച്ചയക്കാൻ പോകുന്നു. ഇനിയൊന്നും അതൊന്നും നേരെ ആവത്തില്ല. ചിലരുടെ ജന്മ സ്വഭാവങ്ങൾ മാറ്റാനൊക്കത്തില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അവരുടെ മകൻ്റെ മക്കളാണ്, അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവും. മനസ്സിലായില്ലേ? എങ്ങാനും നമ്മുടെ ഈ കുറവ് കൊണ്ടൊരു അബദ്ധം അവർക്ക് സംഭവിച്ചാൽ അത് ആജീവനാന്ത കുറ്റമായിട്ട് മാറും. പിന്നെ ഒരു വാടക വീടെടുത്ത് പോയി പകല് കൊച്ചുങ്ങൾ എന്തെങ്കിലും അവർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഭർത്താവും ഈ അമ്മയും നാട്ടുകാരും എല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തും. ദീപ സമാധാനമായിട്ടിരിക്കും. ഇത് ദീപയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ 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 തെറ്റുകൾ. കാരണം ഇങ്ങനെ ഒരു കുറവ് നമുക്കുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നതിനപ്പുറം ചിന്തിക്കും, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ അറിയാതെ ഇമോഷണലായിട്ട് പറഞ്ഞ പല വാക്കുകളും ചിലപ്പോൾ അവരെ വേദനിപ്പിച്ചേക്കാം. പിന്നെ ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം കാണുന്നതെന്ന് പറയുന്നത്, ദീപ തന്നെ പറഞ്ഞു, എല്ലാം വീട്ടിൽ കുടുംബത്തിലൊക്കെ ആമ്പിള്ളാരാ കൂടുതൽ, ഞാനേ ഉള്ളൊരു പെണ്ണായിട്ട്. അപ്പം സ്വന്തം വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമിതമായ സ്നേഹവും ലാളനയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ വാക്കുകളും കുറച്ച് കർക്കശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ദീപയ്ക്ക് പറ്റിയിട്ടില്ല. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മക്കളെ മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു ആ ഭാഗങ്ങളിലൊക്കെ എനിക്കറിയാം. എന്താ മക്കളെ എന്ന് മാത്രമേ വിളിക്കൂ, അങ്ങനെ പറയുന്ന ഒരു ഏരിയയാണ് നെടുമങ്ങാടൊക്കെ. ഭർത്താവിന്റെ നിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന സ്ത്രീയാണ്. അതെ അതെ, അതുകൊണ്ട് മനസ്സിലാക്കണം. അവര് ഒറ്റയ്ക്ക് കുറെ കാലം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ചതിന്റെ ഒരു ഡിപ്രഷനൊക്കെ അവർക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അവരുടെ ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ എത്രയോ കഥാപാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മകനായാലും മകളായാലും അവർ ഈ ഫാമിലിയായിട്ട് ജീവിക്കുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം ആണെന്നുള്ള അവരുടെ തോന്നലിൽ ഇന്ന് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ദീപ ഇത് ഉറപ്പിച്ചോളുക, നമ്മളിപ്പോൾ അവർ വരട്ടെ, സംസാരിക്കട്ടെ. അവരുടെ ജീവിതത്തിന്റെ അവസാന ഭാഗമാണ്. നിങ്ങളുടെ ജീവിതത്തിന് അതല്ല. നിങ്ങൾക്ക് ഇനിയും ജീവിക്കണം, കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, അവരെ നല്ല നിലയിൽ എത്തിക്കണ്ടേ. അപ്പോൾ കുറേ വിട്ടുവീഴ്ച ദീപയ്ക്ക് കുറേ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതും കൂടെ മനസ്സിലായിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം. കുറേയൊക്കെ കേട്ടില്ല കണ്ടില്ല എന്നെ കൂടെ നടിച്ച്. മാത്രമല്ല, സ്വന്തമായിട്ടൊരു വീടും പുരയിടവും ഒക്കെ ഉള്ളപ്പം അവിടുന്ന് വേറൊരു വാടക വീട്ടിൽ പോയി അതിന് വാടകയും കൊടുത്ത് കറണ്ട് ചാർജ് കൊടുത്ത്, അപ്പൊ ഇതൊക്കെ അനാവശ്യ ചെലവല്ലേ ദീപ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള കാശല്ലേ അതൊക്കെ? പിന്നെ അവിടെ ആ പരിസരത്ത് അയാൾ ഇതുപോലെ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ മാറി താമസിക്കുന്നെങ്കിൽ അയാൾക്കൊരു മനസ്സമാനം വേണ്ടേ? ദീപൻ 2 കുഞ്ഞുങ്ങൾ മാത്രം ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നു എന്നുള്ളൊരു വിഷമമില്ലേ? അല്ലാതെ അമ്മയെ നോക്കിയേ പറ്റൂ എന്നുള്ളതല്ല. പലപ്പോഴും അമ്മയും അയാളും തമ്മിലുള്ള വഴക്കാണ് വലിയ കാരണങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നു. ദീപ ഇഗ്നോർ ചെയ്തതിൻ്റെ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. വിളിക്കട്ടെ ഞാൻ വിനോദിനെ. സാർ, നമുക്ക് വിനോദിനെ വിളിക്കാം. വിനോദ് വരൂ. ഒരു മോനാണോ വിനോദ്? ഇല്ല, 3 പേരും. ഒത്തിരി ചേട്ടനും? 2 പേരും ചേട്ടന്മാരും, 3 ഇളയത് ഞാൻ. അപ്പം 3 പേരും ആൺമക്കളാണ് നിങ്ങൾ? സഹോദരിമാരും ഇല്ല? ഇല്ല. അമ്മയും ഞാനും ആണ് താമസം. പറഞ്ഞു, ദീപ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സത്യത്തിൽ ദീപ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കേട്ടിട്ട് ഇതിനകത്ത് വലിയ മാരകമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു പരാതിയായിട്ട് കൊണ്ടുവരേണ്ട രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വിനോദ്. ദീപയ്ക്ക് നിങ്ങളുമായിട്ട് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കണം, കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ദീപയുടെ പറഞ്ഞിട്ടുള്ളൂ. വിനോദ് അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് എല്ലാ രീതിയിലും. എന്ന് വെച്ചാൽ ദീപ തന്നെ ഒരു അവസ്ഥം ചെയ്തു ഇടയ്ക്ക് നല്ല ചികിത്സയും നല്ല കാര്യങ്ങളും ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. അങ്ങേയറ്റം അധ്വാനിച്ച് അതെല്ലാം പേ ചെയ്ത വിനോദാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വിടുക, അവിടെ നിന്നോട്ടെ, കുറേ കൂടെ സൂക്ഷിച്ച് നിന്നോട്ടെ. പിന്നെ സ്ത്രീധനമായിട്ട് കൊടുക്കാവുന്ന ഏറ്റിരുന്ന ഒരു 20 പവനിൽ 5 പവൻ കുറഞ്ഞു പോയി. ഒരിക്കൽ പോലും വിനോദ് അത് കുറഞ്ഞു പോയെന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ഒരാളാണ് വിനോദ് എന്നാണ്. മാതൃകാ ദാമ്പത്യം. അതെ, അത്രയും സ്നേഹമായിട്ടുള്ള. ഇതിപ്പം ഇവിടെ ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഇത് എന്തിനു വന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. പക്ഷെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയാനുള്ളൊരു വേദിയായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ. ഒരുമിച്ച് താമസിക്കുന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പം വിനോദ ദീപ പറയുന്നത്. പിന്നെ ദീപ കുറച്ച് കാഴ്ചയുടെ ഒരു ചെറിയ സംഗതി പറഞ്ഞു. കൊച്ചിലെ എങ്ങാണ്ട് ജന്നി വരുമോ ഒക്കെ ചെയ്ത് അങ്ങനെ കാഴ്ചയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അത് ചികിത്സ കൊണ്ട്
കുറേയൊക്കെ ഭേദമാവുമെന്നാണ് ദീപ പറയുന്നത്. നോക്കിയായിരുന്നോ വിനോദത്തിൽ? ഒരിക്കൽ ഇവിടെ കല്യാണം കഴിഞ്ഞ ശേഷം വന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ കണ്ണിന് കണ്ണാടി വെച്ച് കഴിച്ചാൽ കാഴ്ച കിട്ടുമെന്ന്. അപ്പോഴേ ഞാൻ കണ്ണാടി ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി, ഇവിടെയും കൊണ്ടുപോയി. അപ്പോഴവിടെ ചെന്നപ്പോൾ ഇവർക്ക് ഒട്ടും അത് അക്ഷരങ്ങൾ വായിക്കാൻ പറ്റൂല, ഒട്ടും കാഴ്ചയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് ഇവള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞരമ്പിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അത് ഓപ്പറേഷൻ ചെയ്താൽ ഇവള് മരിച്ചു പോകുന്നു ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതൊക്കെ കല്യാണത്തിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്, കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഇവിടെ പെണ്ണ് കാണാൻ പോയപ്പം ഇങ്ങനെ പറഞ്ഞത് BA വരെ പഠിച്ചിട്ടുണ്ട്, ഇത് ദൂര കാഴ്ച ഇല്ല. അപ്പോഴേ സാധാരണ ദൂര കാഴ്ച എന്ന് പറയുമ്പോൾ എനിക്കും ദൂര കാഴ്ച ഇല്ല, അങ്ങനെ അറിയാം. BA പഠിച്ച ഒരു പെണ്ണല്ലേ, അത്രേ ഇവരെ വീട്ടുകാരും ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഇത് കല്യാണം നടത്തിയത്. BA വരെ പഠിച്ച പെണ്ണെന്ന് പറയുമ്പം ഇങ്ങനെ വായിക്കാൻ അതൊന്നും അറിയില്ലെന്നറിയില്ല. കല്യാണം കഴിച്ച ശേഷമാണ് ഇതെല്ലാം ഇവക്ക് കാഴ്ച ഇത്രയും കുറവാണെന്നും ഇത് വായിക്കാൻ പറ്റില്ലെന്നും പിന്നെ മറ്റുള്ളവർ പറഞ്ഞാണ് അറിഞ്ഞത്. ഇത് ഇവള് ടെസ്റ്റൊക്കെ എഴുതുമ്പം മറ്റുള്ള ആരോ വായിച്ചു കൊടുത്താണ് എഴുതണതും. അങ്ങനെയാണ് എനിക്ക് കുറേ ഇത് മനസ്സിലായത് കല്യാണത്തിന് ശേഷം. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വന്ന 2ൻ്റെ അന്ന് ഇവിടെ എനിക്ക് ആഹാരം കോരിയപ്പം തന്നെ ഈ കറികളൊക്കെ കോരുമായിരുന്നു. അപ്പോൾ ഈ സ്പൂണ് നേരെ കോരുന്നതിന് പകരം ഇങ്ങനെ മറിച്ചിട്ട് കോരി, അങ്ങനെ വെച്ചൊക്കെ ആണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. വീട്ടിലെ അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു നമുക്ക് ഈ കണ്ണിന് ഇത്രയും പ്രോബ്ലം ഉണ്ടെന്ന്. അങ്ങനെ എനിക്കിത് കുറേശ്ശെ മനസ്സിലായി. അങ്ങനെ വേറെ നാട്ടുകാർക്കൊന്നും ഇത് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എങ്കിൽ ഇത് അറിഞ്ഞ ശേഷവും ഞാൻ അത് വേറെ ഒരു പരാതിയായിട്ട് പറഞ്ഞില്ല, പുറത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് അത്രയ്ക്ക് കാഴ്ചയില്ല. കാരണം ഇവിടെ ഒരു സാധനം കിടന്നാൽ അത് അവിടെയാണ് കിടക്കുന്നത് അറിയാൻ പറ്റൂല. അതൊക്കെ ഈ കല്യാണത്തിന് ശേഷമാണ്. ഇത് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പറ്റിച്ചാണ് ഈ കല്യാണം നടത്തിയതാണ്. കല്യാണത്തിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ കാഴ്ച കുഴപ്പം. ഇവള് പറഞ്ഞിട്ടില്ല. ഇവള് ഈ ദൂരെ ഈ കണ്ണാടി മാറ്റി വെക്കുന്ന അത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് ഈ ടെസ്റ്റ് എല്ലാം നടത്തിയപ്പോൾ എനിക്ക് സംശയങ്ങൾ കൂടി തുടങ്ങി. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവളെ ഈ സത്യങ്ങളെല്ലാം ഈ ഞരമ്പിന്റെ പ്രോബ്ലം ഇതെല്ലാം പറഞ്ഞത്. അല്ല, വൈദ്യ പരിശോധനയ്ക്ക് നിങ്ങളും കൊണ്ടുപോയി അവരുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല, അന്നേരം മനസ്സിലായില്ലായിരുന്നു? ഇല്ല, ഇവള് പറഞ്ഞത് കണ്ണാടി കടയിലാണ് പോയത്. കണ്ണാടി മാറ്റി വയ്ക്കാത്തോണ്ടാണ് ഇത് 6 മാസമോ 1 വർഷത്തിലൊരിക്കൽ കണ്ണാടി മാറ്റണമെന്ന്. അതിന്റെ ലെൻസ് മാറ്റിയാലേ ഇവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പ്രോബ്ലം ആണ് ഇവളെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ണാടി കടയിൽ കൊണ്ടുപോയത് കണ്ണാടി മാറ്റി വയ്ക്കാൻ വേണ്ടി. അപ്പോഴേ ഈ കണ്ണാടി ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാലേ അക്ഷരങ്ങളൊന്നും വായിക്കാൻ. അപ്പോൾ അവർ നോക്കിയപ്പം ഇത് ഒട്ടും ഇവർക്ക് പറ്റുന്നില്ല വായിക്കാനൊന്നും. അതൊരു മറച്ചു വെച്ചൊരു സംഗതി തന്നെയാണ്. അല്ല, എങ്കിൽ തന്നെ വിനോദ് ഒരു വിശാല മനസ്സിന്റെ ഉടമയാണെന്നും മനസ്സിലായി കഴിഞ്ഞു. കാരണം ആ സ്നേഹം, അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കും ഒരു വിശാല മനസ്സിന്റെ ഉടമയാണ്. അറിയിക്കാതെ വിവാഹം കഴിച്ചു, അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഈ ലോകത്ത് നമുക്കറിയാമല്ലോ എന്തൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നത്. പക്ഷെ അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ പോറ്റി. ആ സ്നേഹം ആ സ്നേഹം ദീപയ്ക്ക് തിരിച്ചു അങ്ങോട്ടും ഉണ്ട്. യാതൊരു അലിഗേഷനും കൂടുതലൊന്നും വലിയ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കില്ല. കാഴ്ച ടെസ്റ്റിനായിട്ട് കൊണ്ടുപോയത് ഈ ചേട്ടന് ഞാനായിട്ട് പിണങ്ങിപ്പോയതിനു ശേഷം ഞങ്ങൾ പ്രത്യേകം താമസിച്ചെന്ന് പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് 4 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയത്. അല്ല, നമ്മൾ ആ കാഴ്ച ആ ഇഷ്യൂലേക്ക് പോകണ്ട. കാരണം അവർ തമ്മിൽ ചേർന്ന് പോയി. സത്യത്തിൽ കുടുംബത്തിലുള്ളവര് ഇത് പറയാതെ ചെയ്തെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വഞ്ചന തന്നെയാണ്. അത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദീപയുടെ വീട്ടുകാർ ചെയ്ത തീർച്ചയായിട്ടും ഒരു വഞ്ചന തന്നെയാണ്. പക്ഷേ വിനോദ ചെയ്തത് ഒരു വലിയ കാര്യം. ഒരു പെൺകുട്ടിക്ക്, അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ജീവിതം കൊടുത്തു എന്ന് പറയുന്നത് സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള എല്ലാം കൊണ്ടും ഉള്ള ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പുണ്യമല്ലേ. ഒരു കുറവുള്ള കുട്ടിയാണ്, എന്നിട്ടും അവർ പഠിപ്പിച്ചിരിക്കുന്നു ആ കുട്ടിയെ. പക്ഷെ അതൊക്കെ വേണം ആദ്യമേ അവർക്ക് അത് പറയായിരുന്നു. ആ കുട്ടിയുടെ കുറ്റമായിട്ട് പറയണ്ട വിനോദ്. അതായിട്ട് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ വീട്ടുകാർ ചെയ്ത തെറ്റാണ്. പല വീട്ടുകാരും അച്ഛനും അമ്മയും ചെയ്യുന്ന ഈ തെറ്റുകൾ അവർ മക്കളെ ബാധിക്കുന്നുണ്ട്.